ഇത്രയും നാളും ബുക്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിയണ്ടേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താ? സത്യം പറഞ്ഞോ, ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആണോ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് പഠിക്കുകയായിരുന്നു. നമ്മുടെ ഒരു കമ്പനിയിൽ എന്തൊക്കെ ടാസ്കുകളൊക്കെ വരും, അതൊക്കെ എങ്ങനെ ചെയ്യാം, ഓരോ എൻട്രി ഇടേണ്ടത്, അതിന്റെ എഫക്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആണ്. അപ്പം പഠിക്കുന്ന നോളേജ് അത് ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടിങ്ങും ഫൈനാൻസ് ടാസ്കുകൾ എങ്ങനെ ചെയ്യാനൊക്കും എന്നുള്ളത് വളരെ വെരി പ്രാക്ടിക്കൽ. അതിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മെത്തഡോളജിയിലാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു കണ്ടന്റാണ് കേട്ടോ. ഉദാഹരണത്തിന് അക്കൗണ്ടിങ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സെൽസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയാതിരിക്കരുത്. എറണാകുളത്താണ്, നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ക്രിസ്റ്റഫറും ശ്രീദേവിയൊക്കെ ഒരുമിച്ച് നടത്തുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ? സന്തോഷം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്താണ് ആക്ച്വലി സെൽസ് എന്ന് നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കൊടുത്തേ? ഓക്കെ, സെൽസ് സെന്റർ ഫോർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അക്കൗണ്ടിങ് മേഖലയിൽ ശോഭിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ സെൽസിനെ നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ തുടങ്ങിയത്. ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളില്ല ശ്രീദേവി, ഒരു പക്ഷേ BCom കഴിഞ്ഞ് അല്ലെങ്കിൽ MCom കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു ജോലി എയിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മേഖലയിൽ അക്കൗണ്ടന്റ് ആകുക എന്നുള്ളതാണ് അല്ലെ? അവര് സെൽസിൽ വന്നാൽ എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്? ഓക്കെ, പെർഫെക്റ്റ് ചോദ്യം. അടിപൊളിയല്ലേ? അപ്പോ ഇത്രയും നാളും ബുക്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിയണ്ടേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം എന്തിനാ പഠിക്കുന്നത് എന്ന് പറയുന്ന പോലെ അത് എവിടെയാ പ്രയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പഠിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്, ഓഫ് കോഴ്സ്. അപ്പം ആ ബുക്ക് ആ ഡെസ്കിൽ നിന്ന് നമ്മളൊരു വർക്ക് സ്റ്റേഷനിലേക്ക്, ഒരു വർക്ക് ബെഞ്ചിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലാണ്. അപ്പം പഠിക്കുന്ന നോളേജ് അത് ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടിങ്ങും ഫൈനാൻസ് ടാസ്കുകൾ എങ്ങനെ ചെയ്യാനൊക്കും എന്നുള്ളത് വളരെ വെരി പ്രാക്ടിക്കൽ. അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മെത്തഡോളജിയിലാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാ മേഖലയിലും AI ഇന്റഗ്രേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും AIയുടെ പുറകെയാണ്. അപ്പൊ ഈ അക്കൗണ്ടിങ് മേഖലയിൽ AI എങ്ങനെയാണ് വരുന്നത് ശ്രീദേവിയുടെ കാഴ്ചപ്പാടിൽ? AI-നേക്കാൾ മുന്നേ തന്നെ റോബോട്ടിക് അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷന്റെ ഭാഗമായിട്ട് തന്നെ ഓൾറെഡി ഉണ്ട്. വലിയ സ്ഥാപനങ്ങളിൽ അങ്ങനത്തെ റോബോട്ടിക് ആയിട്ടുള്ള രീതിയിൽ റോബോട്ട്സ് തന്നെ അക്കൗണ്ട്സ് എൻട്രീസ് ഒക്കെ ഇടുന്ന സിസ്റ്റംസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു കമ്പനിയും ഒരു 6-7 വർഷം മുമ്പ് ഞാൻ അങ്ങനെ ഒരു കമ്പനിയിൽ പോയി അവർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുള്ളതാണ്. അപ്പം അന്ന് മുതലാണ് എനിക്ക് ഈ ഒരു തോട്ട് പ്രോസസ് ഉള്ളത്. അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ബേസിക് അക്കൗണ്ടിങ് എൻട്രി ഇടാൻ അറിയണം, അത് ബേസിക് നോളജ് ആണ്. അതിന് മേളിലോട്ട് ബിസിനസിന്റെ രീതിയിൽ ഈ അക്കൗണ്ട്സിൽ തരുന്ന ഇൻപുട്ടുകളെ അനലൈസ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗിലേക്കും ബിസിനസ് ഗ്രോത്തിലേക്കും എങ്ങനെ ഉപയോഗിക്കാം, ആ സ്കില്ലാണ് കുറെ കൂടി പിള്ളേർക്ക് വേണ്ടത്. അതായത് ഇനിയുള്ള റിസോഴ്സുകൾക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള നോളജ് റിസോഴ്സസിനെ, നോളജബിൾ ക്രൗഡിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സെൽസിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനത്തെ കോഴ്സുകൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്, വളരെ ബേസിക് ആയിട്ടും. പിന്നെ ഓഫ് കോഴ്സ് അനലിറ്റിക്കൽസ് ഇമ്പോർട്ടൻസ് ഉള്ള ഇപ്പോഴത്തെ പവർ BI ബേസിക് അറിയാലോ, ബിസിനസ് ഇന്റലിജൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ MIS ക്രിയേറ്റ് ചെയ്യുക, റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിസോഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി അക്കൗണ്ട്സ് ഫൈനാൻസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിനകത്ത് നോളജബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ ബിസിനസ്സുകാർക്കും നല്ലത്, എംപ്ലോയേഴ്സിന്റെ തലവേദന കുറയുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള വെരി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ സെൽസിലുണ്ടല്ലോ, എത്ര നാളാണ് ഇതിന്റെ കോഴ്സിന് ഒരു ഡ്യൂറേഷൻ വരണത് ആക്ച്വലി? ഓക്കെ, നമ്മളുടെ പ്രോഗ്രാമിൽ 6 മാസമാണോ 5 മാസമാണോ ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ലോങ് ടേം ഇട്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മൾ 100 ഡേയ്സിന്റെ പ്രോഗ്രാമാണ്. അതായത് 3 മാസം ഒരു 10 ദിവസം കൂടി 100 ഡേയ്സിന്റെ പ്രോഗ്രാമാണ്. അപ്പം ഇതിനകത്ത് നമ്മളൊരു 2 hours സ്ലോട്ട് വെച്ചിട്ടാണ് ഓരോ ദിവസം ക്ലാസ്സുകൾ പോകുന്നത്. ഒരാൾക്ക് 2 മണിക്കൂർ ഒരു ദിവസം. അപ്പം ഈ 100 ഡേയ്സ് കൊണ്ട് അവര് ഫ്രം 101st day they are ready to work.
ഓക്കെ ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ദ വർക്ക് വിത്ത് ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആൻഡ് നോളജ് ലെവൽ. അപ്പോൾ അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട 6 മാസവും 1 വർഷവും ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്ത് ക്ലാസ്സുകളിൽ പോയി സമയം കളയണ്ട. അവർക്ക് അപ്പം എന്താ പറയുക, പ്രാക്ടിക്കൽ നോളജ് അവർക്ക് അറിയുന്നത്. അപ്പോൾ അവർക്ക് ജോബിലേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇത് ക്ലാസ് റൂം ആണ് ആക്ച്വലി. ക്ലാസ് റൂം അല്ല, ക്ലാസ് റൂം ഇല്ല. ഇത് നമ്മളുടെ വർക്ക് സ്റ്റേഷൻസ് ആണ്. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇവിടെ എന്നിട്ട് വർക്ക് ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. ഓ, ഇത് ക്ലാസ് റൂം എന്നുള്ള കോൺസെപ്റ്റ് അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ആളുകൾ ഇങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അവർക്ക് ടാസ്കുകളുണ്ട്. സിസ്റ്റത്തിൽ അവരുടെ ഓഫീസാണ് ഈ കാണുന്നത്. ഓഹോ. നിങ്ങൾ എന്ത് പഠിച്ചിട്ട് വന്ന ആളാ? ഇരുന്നോ ബഹുമാനം. അയ്യോ, എന്ത് പഠിപ്പിച്ചു വന്ന ആളാ? എംകോമ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇദ്ദേഹത്തെ നോക്കണ്ടേ, ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. ചിലപ്പോൾ ഇദ്ദേഹം നിങ്ങൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കല്ലേ. ഇവിടെ നിങ്ങൾ എംകോം പഠിച്ചു വന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ലേ അല്ലേ? ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താ? സത്യം പറഞ്ഞോ, ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആണോ? നമ്മൾ ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. ടാസ്കുകളായിട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഓരോ ടാസ്കുകൾ നമ്മൾ ഓരോ കമ്പനിയിൽ വരുന്ന ടാസ്കുകൾ, ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്ത് അത് പേയ്മെന്റ് ഇടുന്നത് ഒരു ടാസ്ക് ആയിട്ട് അങ്ങനെ ചെയ്ത് പഠിക്കും. ആണല്ലേ? ഇപ്പൊ ഇവരിപ്പോ ഫോർ എക്സാമ്പിൾ ഇതിനു ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ പോലും ഒരു വേറെ എവിടെയോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇവർക്ക് കിട്ടും അല്ലേ? ഓൾറെഡി ഫിയർ ഇല്ല. ഓൾറെഡി സീൻ ഒരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ തരം ടാസ്കുകൾ വരാം, ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരു ടെൻഷൻ ഇല്ല. അക്കൗണ്ടിങ് എൻട്രി ഇടേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. അതിന്റെ മുകളിലോട്ട് ഈ എൻട്രി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ പോയി എഫക്ട് ചെയ്യുന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റും. സോ ദേ നോ ദറ്റ് ഫുൾ ട്രാക്ക്. അവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കും. അത് മാത്രമല്ല, ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നേ, ഇപ്പൊ ഒരു ഫ്രഷേഴ്സിന് കിട്ടുന്ന ഒരു സാലറി അല്ല ഇവർക്ക് വേണമെങ്കിൽ വാദിക്കാം. എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അവർക്ക് ഡിമാൻഡ് ചെയ്യാം. അവർക്കൊരു നോളജ് ലെവൽ, ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ പോലും ആ ചോദ്യങ്ങളൊന്നും അവർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കില്ല പലതും. ക്ലിയർ ഐഡിയ ഓൺ വാട്ട് ടു ഡു. അപ്പൊ അവർക്ക് അതിന് ഒരു ബിസിനസ്സിൽ ആവശ്യമുള്ള രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളതും അവർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തോട് ഒരു ചോദ്യം, ഇദ്ദേഹത്തിന്റെ ഒരു കണ്ടാൽ ഒരു അക്കൗണ്ടന്റിന്റേതായിട്ടുള്ള എല്ലാ ഇതുകൊണ്ട് ഇദ്ദേഹത്തിന്. നിങ്ങൾ എന്ത് പഠിച്ചാണ്? ഞാൻ CMA പഠിച്ചു ആണല്ലേ? അപ്പൊ ഇവിടെ വന്നപ്പോഴുള്ള മാറ്റം എന്താ? ആക്ച്വലി നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഒരു കമ്പനിയിൽ എന്തൊക്കെ ടാസ്കുകളൊക്കെ വരും, അതൊക്കെ എങ്ങനെ ചെയ്യാം, ഓരോ എൻട്രി ഇടേണ്ടത്, അതിന്റെ എഫക്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളെ പോലെ ഇപ്പൊ CMA പഠിച്ച ആൾക്കാരൊക്കെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. അപ്പൊ അവര് ഒബ്വിയസ്ലി താങ്കളെ പോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അല്ലെ? അപ്പൊ അവരൊക്കെ ഈ കോഴ്സ് പഠിച്ചിരിക്കണമെന്നാണോ താങ്കൾ പറയണത്? അതെ അതെ. നമ്മ CMA ഞാൻ ഇപ്പൊ CMA പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു നോളജേ ഉള്ളൂ. നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടാസ്കുകൾ വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ഇപ്പൊ CMA പഠിക്കുമ്പോഴും ഇവിടെ വന്നപ്പോഴാണ് ഒരു കമ്പനിയിൽ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം, എങ്ങനെയൊക്കെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് ശരിക്കും നമ്മൾ ഓരോ ടാസ്കിലും ലഭിക്കുന്നത്. ടീച്ചർമാരൊന്നും ഇല്ലേ? ടീച്ചേഴ്സ് ഒന്നും ഇല്ലേ ഇവിടെ? ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ? ഉണ്ട്. നോളജ് സെഷൻസ് എന്തായാലും ഉണ്ട്. അതിലൊരു ഫാക്കൽറ്റി ആണ് അദ്ദേഹം. സീനിയർ ഫാക്കൽറ്റി ഉണ്ട്. നമ്മള് കൊച്ചി സെന്ററിൽ 2 ഫാക്കൽറ്റിയും കാലിക്കറ്റ് സെന്ററിൽ ഒരു ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവരൊക്കെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ ഓരോ കോഴ്സുകൾ കഴിഞ്ഞ ആളുകളാണ്. ഇനി സപ്പോസ് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നെക്സ്റ്റ് ജോലിയിലേക്ക് പോകണമെങ്കിൽ അവന്റെ വർക്ക് എക്സ്പീരിയൻസ് കൂടണം അല്ലെ? മോഡേൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നേരത്തെ റോബോട്ടിക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇത് പഠിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി പഠിക്കാം. അവർക്ക് അവരിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇവിടെ മനസ്സിലാക്കാം. പ്ലസ് ഹയർ ലെവൽ തിങ്സ് ലൈക്ക് അനലറ്റിക്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും ഡിസിഷൻ മേക്കിംഗിലേക്ക് കുറച്ചും കൂടി എത്താൻ പറ്റും. അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കൂടി നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ്. അപ്പോൾ ഓബ്വിയസ്ലി എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലും ഈ പ്രോഗ്രാമിനെ അവർക്ക് കാണാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 2024 ഫെബ്രുവരി 1 ആണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തിൽ ഇതിന്റെ കോഴ്സ് ഫീ എത്രയാണ്? ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുമല്ലോ അല്ലെ, അറിയണ്ടേ? അതൊരു വലിയ കൺസേൺ തന്നെയാണ്. പക്ഷെ ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുക. അതായത് ഒരു 3 മാസത്തെ കോഴ്സാണ്. നമുക്ക് ഇതിന്റെ ഇമീഡിയറ്റ്ലി ഇത് കഴിയുമ്പോൾ തൊട്ട് ദേ ആർ റെഡി ടു ഗോ ഫോർ എ ജോബ്. സോ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോബിലേക്ക് എത്തുക, ആ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പം പുറത്ത് പോകുന്ന പിള്ളേരുമുണ്ട്, അതായത് അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവരുമുണ്ട്. അപ്പൊ അവർ ഈ പ്രോഗ്രാം ചെയ്തിട്ട് പോകുമ്പോൾ അവിടെ എന്ത് പ്രോഗ്രാം എടുക്കുന്നത് അതിന് ഇത് ഹെൽപ്ഫുള്ളും ആണ്. പ്ലസ് അവർക്കൊരു പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടാൻ ഇതൊരു ഈ സ്കിൽസ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നല്ല ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിന്റെ ഫീസ്, നമ്മൾ ഈ 100 ഡേയ്സിന്റെ പ്രോഗ്രാം ഫീസ് 59,999 ആണ്. അതിപ്പം ഓഫറിലാണ് പോകുന്നത്. 54,999 ആണ്, 55,000 ആണ് പോകുന്നത്. ഇദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആവുമ്പോൾ ഇദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന മേ ബി ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മൾ പ്ലേസ്മെന്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള 1-2 പേരൊക്കെ ഇന്റർവ്യൂസിന് പോയിട്ടുള്ളതാണ്. എവിടെ പോയാ? ആരാ പോയത്? ജെഫിനും ജെയിംസ് ഒക്കെ പോയിട്ടുള്ളതാണ്. ഇന്റർവ്യൂവിന് പോയ ആളാരാ? ജെയിംസും ജെഫിനും എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഇവിടത്തെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചപ്പോൾ ഉഷാറായി. പിന്നെ 2 പേര് പ്ലേസ്ഡും ആണ്. ഓൾറെഡി കോഴ്സ് കഴിഞ്ഞ് പോയവരാണ്. 2 പേര് പ്ലേസ്ഡും ആണ്. ഇന്നലെ ഒരു കുട്ടിക്ക് കിട്ടിയെന്ന്, മീൻസ് ഒരു ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അറേഞ്ച് ചെയ്ത പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്കൊരു പ്ലേസ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ റെസ്യൂംസ് കഴിയുന്നോട്ട് ഒരു സ്റ്റേജ് കഴിയുന്നിടത്തോട്ട് അവരുടെ റെസ്യൂംസ് നമ്മൾ ഷെയറിംഗ് ആണ്. അപ്പം മുതൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കോഴ്സിനകത്ത് തന്നെ ഒരു 4ഓളം മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ ഓൾറെഡി ഇവർക്ക് കൊടുത്തിട്ടാണ് ഇവർ ആക്ച്വലി ഒരു ഇന്റർവ്യൂവിന് പോകുന്നത് തന്നെ. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ ഇവർക്ക് മടിയൊന്നുമില്ല. സോ ദേ ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഫേസ് ഇറ്റ്. കാര്യം ഇവിടെ തന്നെ മോക്ക് ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് അല്ല. ഇവർക്ക് ചിലപ്പോൾ പ്രസന്റേഷനിലുള്ള ടാസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൽ എഴുതാനുള്ള ടാസ്കുകൾ ഉണ്ടാവും. അപ്പം അതൊക്കെ ഇൻഡയറക്ട്ലി അവർ പഠിക്കുകയാണ്. ഒരു ഇൻഫാക്ട് ഒരു പ്രിന്റ് എടുക്കുക, സ്കാൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ആയിട്ടാണ് പോകുന്നത്. അതിന്റെ മാത്രമായിട്ട് ക്ലാസ് അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഇവിടെ വരാൻ പറ്റി കേട്ടോ, നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷം. നമുക്കറിയാവുന്ന ആൾക്കാരാട്ടോ, ക്രിസ്റ്റഫർ സാറൊക്കെ നമുക്ക് വളരെ ബന്ധം. അപ്പം എന്തായാലും ഈ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിൽ ഒന്ന് ശോഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സെൽസ് എന്തായാലും ഒരു വലിയൊരു ടൂൾ തന്നെയാണ്. ജേർണിയാണ് ഇവരുടെ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ബാച്ചസ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനത്തെ കോൺസെപ്റ്റേ അല്ല. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാച്ച് ആയിട്ട് വർക്ക് ചെയ്യില്ലല്ലോ. അതെ, ഗ്രൂപ്പാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇൻഡിവിജ്വൽ ജേർണിയാണ് അവരുടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.